പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ ബി.ജെ.പി. എം.പി. കങ്കണ റാവത്ത് പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ ഒരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കാരണം ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ക്ഷമയുടെ ഈ നെല്ലിപ്പലക ഇളകുക എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ക്ഷമ അങ്ങേയറ്റം നശിക്കുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. കാരണം ഈ മൺസൂൺ സമ്മേളനം തുടങ്ങിയിട്ട് പാർലമെന്റിൽ മൺസൂൺ സമ്മേളനം തുടങ്ങിയിട്ട് കുറെ ദിവസമായി. തുടങ്ങിയ അന്നു മുതൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ എംപിമാരും ഒരു തരത്തിലുമുള്ള ഒരു നീക്കവും നടത്താതെ അല്ലെങ്കിൽ സമാധാനപരമായി ഒരു ചർച്ചയും നടത്തിക്കൊണ്ട് പോകാനായിട്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ മറ്റ് ശിങ്കിടികൾ അതായത് കോൺഗ്രസിലെ എംപിമാരും സമ്മതിക്കുന്നില്ല. ഈ പ്രതിഷേധത്തിനിടയിലും ഭരണപക്ഷം പല ബില്ലുകളും പാസ്സാക്കി എടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ രാഹുൽ ഗാന്ധി അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം നമുക്കറിയാം അമേരിക്കയിലെ ജോ സോറസ് ആണ് രാഹുൽ ഗാന്ധിയൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പോയി നോർത്ത് ഇന്ത്യയിലുള്ളവരോട് ചോദിച്ചാൽ പോലും രാഹുൽ ആരാണെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല എന്ന് പറഞ്ഞ പല വീഡിയോകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗമാണ്. ഇതിപ്പം രാഹുൽ ഗാന്ധി പറയുന്നു ഈ മുസ്ലിംസിന് നരേന്ദ്രമോദിയെ കണ്ടാൽ ഇഷ്ടമില്ല എന്നൊക്കെ. പക്ഷെ അത് വെറും രാഹുൽ ഗാന്ധിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ മുസ്ലിംമാരോട് നരേന്ദ്രമോദിയെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ അവർ ഗംഭീരമായി തന്നെ ഒരു 5 മിനിറ്റത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് അവർ തയ്യാറാക്കി തരും. കാരണം നരേന്ദ്രമോദി അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോ. അത്രയ്ക്ക് അവർ സന്തോഷത്തോടു കൂടിയാണ് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവർ പറയുന്നത്. പക്ഷേ ഈ സമയത്ത് അവരോട് രാഹുൽ ഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്കറിയില്ല ആരായി രാഹുൽ ഗാന്ധി എന്ന് അവർ ചോദിക്കുന്നു. അപ്പോ ഏത് രീതിയിലും പാർലമെന്റിൽ ഒരു തരത്തിലുമുള്ള സമാധാനപരമായ ഒരു ചർച്ചയും നടക്കരുത് എന്നാണ് രാഹുൽ ഗാന്ധി രാവിലെ മുഴുവൻ തന്നെ പറയുന്നത്. കാരണം നമുക്കറിയാം രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് കയറി വരുന്ന ആ ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. കാരണം ഒരു പാർലമെന്റ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു ശ്രീകോവിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായി ഒരു വ്യക്തി എന്ന നിലയിൽ വെൽ ഡ്രസ്സായി ആയിരിക്കണം. അതായത് ഇപ്പോ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ട് വരണമെന്നല്ല, ഒരു നല്ല ഒരു ഷർട്ടും പാന്റും അല്ലെങ്കിൽ ഒന്ന് ഇൻഷർട്ടൊക്കെ ചെയ്ത് ഒരു സാമാന്യ ഒരു ലുക്കായിട്ടുള്ളത് പാർലമെന്റിലേക്കാണ് വരുന്നതെന്ന് കാണുന്നവർക്കെങ്കിലും തോന്നണം. ഇത് രാഹുൽ ഗാന്ധി മറ്റേ പാർക്കിൽ പോകുന്നതോ അല്ലെങ്കിൽ കോഫി കുടിക്കാനായിട്ട് ഏതെങ്കിലും കഫേയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐസ്ക്രീം പാർലറിലേക്ക് പോകുന്നത് പോലെ എന്നും ഒരു ടീഷർട്ട്, ഒരു വെള്ള കളർ ടീഷർട്ടും ഒരു പാന്റും ഇട്ട് ഇങ്ങനെ ചുമ്മാ കയ്യിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളോ ഒരു ഫയലുകളോ ഒന്നും ഇല്ലാതെ ഒരു ബാഗോ ഒന്നും ഇല്ലാതെ ചുമ്മാ രണ്ട് കൈ എടുത്ത് പാന്റിന്റെ പോക്കറ്റിലിട്ട് ഇങ്ങനെ ഏജൻസി പിള്ളേർ നടക്കുന്നത് പോലെ നടക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതായത് ആരോ ഒന്ന് ഒരു എവിടെയോ ഒരു ഈ നമ്മൾ ഈ ആദായ സെയിലൊക്കെ നടക്കുന്നത് പോലെ എന്നാ ഒരു സീറ്റ് വാക്കന്റ് കിടപ്പുണ്ട് വന്ന് കയറിക്കോ എംപി സ്ഥാനം എന്ന് പറഞ്ഞത് ആരോ എടുത്ത് കൊടുത്തത്, ഫ്രീ ആയിട്ട് ആരോ എടുത്ത് കൊടുത്തതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റവും ആ നടപ്പും കണ്ടു കഴിഞ്ഞാൽ. പാർലമെന്റ് സമുച്ചയത്തിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ സഭയിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം മുമ്പും ബഹളം വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുമ്പോൾ അവർ പിന്മാറുകയാണ് കങ്കണ റാവത്ത് പറയുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ കങ്കണ റാവത്ത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും എടുത്തിട്ട് ചവിട്ടുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ചവിട്ടി കൂട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം അമിത്ഷായെ പോലെ തന്നെയാണ് ഒരു ജൂനിയർ ഒരു അസ്ത്രം അല്ലെങ്കിൽ റിബിറ്റ് അമിത്ഷായെ പോലെ തന്നെ ഒരു ജൂനിയർ നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കങ്കണ റാവത്തിനെ പറയാം. അതായത് വാ കൊണ്ട് കങ്കണ റാവത്ത് വാ തുറന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കം നാമാവിശേഷമായി പോകും. കാരണം അത്രയ്ക്കുള്ള മൂർച്ചയേറിയ വാക്കുകളുടെ ശരങ്ങളായിരിക്കും കങ്കണയുടെ വായിൽ നിന്ന് വരുന്നത്. എന്തെങ്കിലും ചർച്ച നടത്താൻ തുടങ്ങിയാൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി അവിടെ കിടന്ന് അല്ലുമുണ്ടാക്കും, അല്ലെങ്കിൽ ഒന്നേ പാർലമെന്റിൽ കിടന്ന് ഗൂർക്കം വലിച്ച് ഉറങ്ങും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ശീലം എന്ന് പറയുന്നത്. പാർലമെന്റിൽ മൺസൂൺ സമ്മേളനം അന്ന് മുതൽ തുടങ്ങിയതാണ് പാർലമെന്റിനെ ഇങ്ങനെ പ്രക്ഷുബ്ധമായി കൊണ്ട് നിർത്തുന്നത്. പ്രതിപക്ഷം ആദ്യം ഒരു സംവാദത്തിനായി ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ചുവെന്നും കങ്കണ റാവത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. അമിത്ഷായെ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സഭ ഇങ്ങനെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കങ്കണ റാവത്ത് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം ദേശവിരുദ്ധ ശക്തികളുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടുവെന്ന് രാജ്യം കാണുന്നുണ്ടെന്ന് പറഞ്ഞ ബി.ജെ.പി. എം.പി. പ്രതിപക്ഷത്തിന്റെ മനോഭാവത്തെയാണ് ചോദ്യം ചെയ്തത്. ഒരു ദിവസം പോലും സഭ സുഗമമായി പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തത് ലജ്ജാകരമാണെന്ന് കങ്കണ പറയുന്നുണ്ട്. അമിത്ഷാ എവിടെ, നരേന്ദ്രമോദി എവിടെയെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അവർ രാവിലെ വരുന്നു, അമിത്ഷായുടെ ചേംബറിലേക്ക് നോക്കുന്നു, അമിത്ഷാ ഇല്ല. നരേന്ദ്രമോദിയുടെ ചേംബറിലേക്ക് രാഹുൽ ഗാന്ധി നോക്കുന്നു, നരേന്ദ്രമോദി ഇല്ല. ഉടനെ തന്നെ അമിത്ഷാ വേണം, നരേന്ദ്രമോദി വേണം, അമിത്ഷാ വേണം, നരേന്ദ്രമോദി വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ വാക്കൗട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു, അല്ലെങ്കിൽ സ്പീക്കർ സഭ ഇന്നത്തേക്ക് ഇത്ര മണി വരെ നിർത്തിവെക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളതും കൂടെ രാഹുൽ
ഗാന്ധി കേൾക്കണ്ടേ എന്ന് ജനങ്ങളും ഇപ്പോൾ കങ്കണ റാവത്തും ഇപ്പോൾ ഒരുപോലെ ചോദിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ മറുപടികൾ സഭയിൽ നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് സഭയിൽ ഉത്തരം നൽകുമെന്ന്. അത് ഇന്നോ നാളെയോ ഉടനെ നൽകുമെന്നൊന്നും കിരൺ റിജിജു പറഞ്ഞിട്ടില്ല. പാർലമെന്റിലെ സഭാ സമ്മേളനം അവസാനിക്കുന്നതിന്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം, ആ പാർലമെന്റ് തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്ന് കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കടന്ന് കാണിക്കുന്ന ഈ നാടകത്തിന് എന്ത് പറയണമെന്നാണ് കങ്കണ റാവത്ത് അധികം ചോദിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് സഭയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പ്രതിപക്ഷം അവരുടെ ബഹളം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നാണ് കങ്കണ വ്യക്തമായി പറയുന്നത്. വാസ്തവത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം വിവിധ വിഷയങ്ങളിൽ ഭരണപക്ഷവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിരവധി വിഷയങ്ങളിൽ അടിയന്തര ചർച്ചകൾ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. അതേസമയം നിയമങ്ങൾക്കുള്ളിൽ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ വാദിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ഉണ്ടായേക്കാവുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകപ്പെടുമെന്നും BJP വ്യക്തമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല രീതിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം തന്നെ BJP നൽകും, അതെല്ലാം തന്നെ BJPയുടെ ഓരോ മന്ത്രിമാരും നൽകും, പക്ഷെ കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ ഇത്രാം തീയതി നമ്മൾ പറയും. ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തീരുന്ന സമയത്ത് അമിത്ഷാ വേണമെന്ന് ഈ കൊച്ചു പിള്ളേരെ വാശി പിടിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയാണ് ഇന്നലെ കങ്കണ റാവത്ത് രാഹുൽ ഗാന്ധിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്.